നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. 7 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് വിധി പറയാൻ ഒരുങ്ങുന്നത്. 7 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഡിസംബർ 8-നാണ് വിധി ദിനമായി തീരുമാനിച്ചിരിക്കുന്നത്. നടൻ ദിലീപ് 8-ാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് 1-ാം പ്രതി. അസാധാരണമായ നിയമ പോരാട്ടമാണ് കേസിൽ നടന്നത്. ഇവിടെ നീതി കിട്ടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് ഇതിന് പല പല ഘട്ടങ്ങളും പലതരത്തിലുള്ള സാധ്യതകളുമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നീതി ഉറപ്പാകുമെന്ന് വിശ്വസിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണം, വേറൊരു സോഴ്സും ഇല്ലല്ലോ, കിട്ടണം എന്ന നിലയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാം. 2017 ഫെബ്രുവരിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. 2018 മാർച്ചിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ആദ്യം 7 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8-ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 85 ദിവസം നീണ്ട ജയിൽവാസത്തിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടി. 1600ഓളം തെളിവുകളാണ് കേസിലുള്ളത്. 261 സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ സിനിമാ മേഖലയിൽ നിന്നടക്കം പ്രധാനപ്പെട്ട സാക്ഷികളിൽ 28 പേർ കൂറുമാറി. പ്രോസിക്യൂട്ടർ പിന്മാറിയതടക്കം കേസിൽ വലിയ കാലതാമസമുണ്ടാക്കി. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജാമ്യം കിട്ടി. വിചാരണ നടപടി വൈകുന്നതിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വിവാദമായി. ഇതിനിടെയാണ് പ്രധാന സാക്ഷിയായി സംവിധായകൻ ബാലചന്ദ്രകുമാർ എത്തുന്നത്. 2024 ഡിസംബർ 11-ൽ കേസിൽ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 7-ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നതയ്ക്കും വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ പിറവിക്കും കാരണമായത് ഈ കേസാണ്. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിനും തുടർ നടപടികൾക്കും കൂടി കേസ് വഴിയൊരുക്കി. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരായ CPIM സംഘടനാ നടപടി വൈകും. പാർട്ടി നടപടി കുറ്റപത്രം സമർപ്പിച്ച ശേഷം മതിയെന്നാണ് ധാരണ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ തൽക്കാലം സംഘടനാ നടപടി വേണ്ടെന്ന് വെള്ളിയാഴ്ച നടന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തീരുമാനിച്ചിരുന്നു. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിലും സംസ്ഥാന നേതൃത്വം ഈ നിലപാട് ആവർത്തിച്ചു. പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പത്മകുമാറിന് വീഴ്ചയുണ്ടായെന്ന് തുറന്നു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപത്രം വന്ന ശേഷമേ അച്ചടക്ക നടപടി സ്വീകരിക്കൂവെന്നും വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ കുറ്റപത്രം നൽകുകയുള്ളൂ എന്നതും ഈ തീരുമാനത്തിന് CPIMനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ CPIMന് ഭയമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് അറസ്റ്റ് പിന്നാലെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി കൂടി വന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിലാകുമോ എന്ന ആശങ്കയിലാണ് അച്ചടക്ക നടപടി നീട്ടിവെക്കുന്നതെന്നും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്തെ അന്നദാനത്തിന് ഇനി കേരള സദ്യ. പുലാവും സാമ്പാറും ഇനി ഭക്തർക്ക് വിളമ്പില്ല. പായസവും പപ്പടവും അടങ്ങിയ സദ്യയാകും നൽകുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ സമ്പൂർണ്ണ ദേവസ്വം ബോർഡ് യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളാണ് ഉണ്ടായത്. ശബരിമല സന്നിധാനത്തെ അന്നദാനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ ഇടപെടൽ. അന്നദാനത്തിന് പുലാവും സാമ്പാറും ഇനി വിളമ്പില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. പകരം പായസവും പപ്പടവും അടങ്ങിയ സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. പന്തളത്തെ അന്നദാനം മെച്ചപ്പെടുത്തുന്നതിന് 10 ലക്ഷം രൂപ അഡ്വാൻസും അനുവദിച്ചു. അടുത്ത വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മാസ്റ്റർ പ്ലാൻ അവലോകനം ചെയ്യും. 1 വർഷത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാനിലെ ഏത് വികസന പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തും.
മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസും ദേവസ്വവുമായുള്ള ഏകീകരണം മെച്ചപ്പെട്ടു. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കെ ജയകുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ഗോപുരത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായി ക്ഷേത്രഗോപുരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. 10 അടി ഉയരവും 20 അടി വീതിയുമുള്ള പതാക, സൂര്യാടയാളവും ഓം ചിഹ്നവും പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 190 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പതാക ഉയർത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS BJP നേതാക്കൾ, 108 ആചാര്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടിമരം സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി. सियावर रामचंद्र की जय सिया राम। संपूर्ण भारत, संपूर्ण विश्व राममय है। श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है. സാക്കേത് കോളേജിൽ നിന്നും അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. സപ്തമന്ദിരത്തിലും ശേഷാവതാര ക്ഷേത്രത്തിലും മാതാ അന്നപൂർണാദേവി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി. 5 വർഷവും 3 മാസവും കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 2020 ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. 24 ഡൽഹി. 24 ഇംപാക്ട്. SIR പൂർത്തിയാക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ ആവശ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് 24 പുറത്തുവിട്ടതിനു പിന്നാലെ ഇടപെടലുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SIR ജോലികൾക്കായി വിദ്യാർത്ഥികളെ നിയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം മന്ത്രിയുടെ തീരുമാനം മറികടന്ന് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളെ SIR ജോലികൾക്കായി നിയോഗിച്ചു. SIR എന്യൂമറേഷൻ ഫോമിന്റെ ഡിജിറ്റലൈസേഷൻ മന്ദഗതിയിൽ തുടരുന്നതിനിടെയാണ് BLOമാരെ സഹായിക്കാൻ സ്കൂളുകളിലെ NSS NCC വോളണ്ടിയർമാരെ കൂടി നിയോഗിക്കാനുള്ള നീക്കം. വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്കൂളുകൾക്ക് കത്തയച്ചു. SIR പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സഹായം തേടുന്നതിൽ തെറ്റില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെ വോളണ്ടിയേഴ്സായി ആവശ്യപ്പെട്ട കത്ത് 24 പുറത്തുവിട്ടതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പാടില്ല. വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തും. വിദ്യാഭ്യാസ അവകാശങ്ങൾക്കല്ലാതെ കുട്ടികളെ മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പഠനാവകാശ ലംഘനമാണ്. അതേസമയം മന്ത്രിയുടെ തീരുമാനം മറികടന്ന തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളെ SIR പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചു തുടങ്ങി. ജില്ലാ കളക്ടർ അനുകുമാരി IAS കുര്യാത്തി LPSലെ ക്യാമ്പിൽ നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ നൽകി. ഇത് നമ്മൾ വോളണ്ടറി വർക്ക്, വോളണ്ടറി ആണ് പ്രധാനപ്പെട്ട. സോ ഇറ്റ് ഈസ് വോളണ്ടറി. കുട്ടികളുടെ ആഗ്രഹത്തോടെ നമ്മൾ അവർക്ക് വിളിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ നമ്മുടെ കുട്ടികളാണ്, ആ കുട്ടികൾ സിവിൽ സർവീസസ് എസ്പിരൻസ് ആണ്. എല്ലാ കുട്ടികൾ UPSC പരീക്ഷയെ പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് നേരിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേഷൻക്ക് ഒരു നല്ല അനുഭവം, ഫസ്റ്റ് ഹാൻഡ് അനുഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ അവരുടെ ആഗ്രഹത്തോടെ ഇവിടെ വന്ന് നമ്മുടെ BLOമാരെ സഹായിക്കുന്നുള്ളത്. പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികളെ SIR പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ അധ്യാപക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. SIRനെതിരെ സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള UDFന്റെ രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും. വെൽഫെയർ പാർട്ടി UDFന്റെ സഹകക്ഷിയല്ല, എന്നാൽ പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിലുള്ള ധാരണയും നീക്കുപോക്കും ശരിവെക്കുകയാണ് UDF നേതാക്കൾ. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ലെന്നും
പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ 24-നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നേരത്തെ LDF-നെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDF-നെ പിന്തുണയ്ക്കുന്നുവെന്നേ ഉള്ളൂ എന്നും സാദിഖ് അലി തങ്ങൾ വിശദീകരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും UDF-നുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDF-ന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെ ആയിട്ട് ധാരണയൊക്കെ താഴെത്തട്ടെ. ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ UDF-ന്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മാറിയെന്ന വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. അവരുമായി ഇടതുപക്ഷം യാതൊരു നീക്കുപോക്കും നടത്തുന്നില്ലെന്നും MV ഗോവിന്ദൻ. കേരളത്തിലെ UDF-ന്റെ വർഗീയ ആശയ രൂപീകരണത്തിലെ നേതൃത്വവുമായിട്ട് നിലകൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്. ലീഗും അതുപോലെ കോൺഗ്രസും ചേർന്നിട്ട് ഇല്ല, ഒരു നീക്കുപോക്കുണ്ടായിട്ടില്ല. ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പരോക്ഷ വിമർശനത്തിന് ഇതാദ്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറുപടി പറഞ്ഞു. തന്നെ ഖാസിയാക്കിയത് സമുദായ നേതൃത്വമാണെന്നും പ്രതികരണം. ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലയ്ക്കനുസരിച്ച് പറയുന്നതാകും. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതകൾ എത്ര ആളുകളുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ലീഗ് MLA-മാരിൽ പലർക്കും സീറ്റുണ്ടാകില്ലെന്നും സാദിഖ് അലി തങ്ങൾ 24-നോട് പറഞ്ഞു. ആളുകളുടെ പെർഫോമൻസും ജനങ്ങളുള്ള ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥാനാർത്ഥികളെ വെക്കുക. അപ്പോൾ പലർക്കും ചിലപ്പോൾ പോകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ കണക്ക് പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്താകെ 75,632 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറത്താണ്. കാസർഗോഡാണ് കുറവ് സ്ഥാനാർത്ഥികൾ. മലയാള മനോരമ ഒരുക്കുന്ന സാംസ്കാരിക പരിപാടി ഹോർത്തൂസിന്റെ 2ാം പതിപ്പ് ഈ മാസം 27 മുതൽ 30 വരെ കൊച്ചിയിൽ നടക്കും. നടൻ മമ്മൂട്ടി തിരിതെളിയിക്കും. 225-ലേറെ വൈവിധ്യമാർന്ന സെഷനുകളാണ് ഹോർത്തൂസിൽ ഉണ്ടാവുക. കലാസാഹിത്യ സാംസ്കാരിക മേളയ്ക്കാണ് കൊച്ചി സുഭാഷ് പാർക്ക് വേദിയാകുന്നത്. 27 രാവിലെ 10 മണി മുതൽ ഹോർത്തൂസിന്റെ 2ാം പതിപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 രാജേന്ദ്ര മൈതാനത്ത് നടൻ മമ്മൂട്ടി തിരിതെളിയിക്കും. മന്ത്രി P. രാജീവ്, കൊളംബിയൻ സാഹിത്യകാരി പിലാർ കിൻദാന തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് മലയാള മനോരമ എഡിറ്റർ ഫിലിപ്പ് മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജേന്ദ്ര മൈതാനത്ത് 27 വൈകിട്ട് നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും. 29 ഒരു സെഷനിൽ നടൻ കമൽഹാസൻ പങ്കെടുക്കും. 30 സംഭാവന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ മോഹൻലാലിന്റെ മോഹൻലാലാണ്. സംഭാവന ചടങ്ങിൽ യേശുദാസിനെ ആദരമർപ്പിച്ച് സംഗീത സന്ധ്യ ഉണ്ടാകും. 7 വേദികൾ. ദേശീയ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയ പ്രതിഭകൾ സംവദിക്കാനെത്തും. നടൻ കമൽഹാസൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുക്കും. ഫ്രഞ്ച് നൃത്തവിരുന്ന്, യേശുദാസിന് ആദരമർപ്പിക്കുന്ന ഗാനസന്ധ്യ തുടങ്ങി 4 ദിവസവും വിനോദ പരിപാടികളുമുണ്ട്. 30 വൈകിട്ട് സമാപന വേദിയിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയാണ്. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം, മേയർ M. അനിൽകുമാർ, ഫെസ്റ്റിവൽ ഡയറക്ടർ NS മാധവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.